അടിപൊളി ചക്കക്കുരുമാങ്ങ റെഡി ആക്കിയിട്ടുള്ള ട്രഡീഷണൽ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഇതാണ് ചക്കക്കുരു മാങ്ങയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചക്കക്കുരു ഒരു 10 എണ്ണം ഞാൻ ചീകിയിട്ട് അതിന് തൊലി കളഞ്ഞിട്ട് ഇത് നീളത്തിൽ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം ഇല്ലല്ലോ, ഒരു പച്ചമാങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഇതൊക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് വേകാൻ വേണ്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ മാങ്ങ നമുക്ക് 4ആയിട്ട് കീറിയെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് കഷ്ണങ്ങളായിട്ട് 4 ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളായിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ വേകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് നേരത്തെ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയും മതിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വെന്തൊന്ന് ഉടയണം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. നമ്മൾ ഇത് വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. വെന്ത് വേണ്ട. പെട്ടെന്ന് വേഗം കറണ്ടായത് കേട്ടോ. നമുക്ക് ഇതിന് വേണ്ടി വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ സമയത്ത് നമുക്ക് അരപ്പുണ്ടാക്കാം. നമ്മൾ ഇത് ചതച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടി 2 അരപ്പ് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 കൊച്ചുള്ളി എടുത്തു, 4 കാന്താരി എടുത്തു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അതായത് നിറത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. ഓക്കെ, ജീരകം ഒരു ടീസ്പൂൺ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ഇത് വെച്ചിട്ട് ഒന്ന് ഇടിച്ച് യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇത് നല്ലപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട് അരപ്പ്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇടാം. നമുക്ക് സാധനം അധികം ഇല്ലല്ലോ, അതുകൊണ്ട് അതുകൂടെ നമുക്ക് ഒന്ന് ചതച്ച് കൊടുക്കാം. അധികം ചതയേണ്ട ആവശ്യമില്ല, നമുക്ക് അതുകൂടെ ഒന്ന് ചതച്ച് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്തോന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്, ചക്കക്കുരു ഓക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ നമുക്ക് കുറച്ച് വയ്ക്കാം. അധികം ചാറ് വേണ്ട, ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഇല്ല. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്തില്ലായിരുന്നു, കൂടെ നമുക്ക് ചേർത്ത് നമ്മുടെ അടിപൊളി ചക്കക്കുരു മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി എളുപ്പമാണ്. ആവശ്യമുള്ളവർക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് ഇല്ലാത്തവർ ചേർത്ത് വരും, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അതിനൊരു ഐറ്റങ്ങളും ഒക്കെ ചെയ്യുമല്ലോ. വേറൊരു വീഡിയോ വീണ്ടും കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.